ക്ഷേത്രാഘോഷങ്ങൾക്ക് കൂച്ചുവിലങ്ങിടുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി. ക്ഷേത്ര ഉത്സവങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് എന്നിവയ്ക്ക് ഏർപ്പെടുത്തുന്ന ചട്ടങ്ങളാണ് ഉത്സവങ്ങളെ പ്രതിസന്ധിയിലാക്കിയത്. ഇതിനെതിരെ വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉത്സവ സംഘാടകർ നടത്തുന്ന സമരപരിപാടികളിലെ കൂടിയാലോചനാ യോഗം 8-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ചിനക്കത്തൂർ പൂരം പാലപ്പുറം ദേശകമ്മിറ്റിയുടെ ഹാളിൽ നടക്കുമെന്ന് പാലക്കാട് ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി പ്രസിഡന്റ് പുത്തൻവീട്ടിൽ ശശിധരൻ പറഞ്ഞു. നെന്മാറ ദേശത്തെ പ്രതിനിധീകരിച്ച് മാധവൻകുട്ടി, വല്ലങ്ങി ദേശം ജയകൃഷ്ണൻ, കെ ഹരിദാസ്, സേതുമാധവൻ, ടി ഹരിദാസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ ഉത്സവങ്ങൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം കടുത്ത പ്രതിസന്ധിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച് എക്സ്പ്ലോസീവ് വകുപ്പിൻ്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതികളുമാണ് ഉത്സവ നടത്തിപ്പിൽ അപ്രയോഗികമായി മാറുന്നത്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടും വെടിക്കെട്ടുമായും പ്രതിസന്ധികൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും പാലക്കാട് ജില്ലാ വെടിക്കെട്ട് സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നു. നൂറ്റാണ്ടുകളായി ആചാരമനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഓരോ നാട്ടിലും നടന്നു പോരുന്ന ഉത്സവങ്ങൾ അതേപടി അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതോടൊപ്പം പ്രത്യക്ഷ സമരപരിപാടികളും സംഘടന ആലോചിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമായി 8/2/2024 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ചെനക്കത്തൂർ പൂരം പാലപ്പുറം ദേശകമ്മിറ്റി ഹാളിൽ വെച്ച് വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ യോഗത്തിൽ ആന ഉടമകൾ, വെടിക്കെട്ട് കരാറുകൾ ഉൾപ്പെടെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പങ്കെടുക്കും. യോഗം ബഹുമാനപ്പെട്ട മുൻ MP S അജയ്കുമാർ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. വൈസ് പ്രസിഡന്റ് മാധവൻകുട്ടി, നമ്മളുടെ ക്ഷേത്രോത്സവങ്ങൾ നൂറ്റാണ്ട് പഴക്കമുള്ള ആചാര അനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായതാണ്. ഈ ഒരു സമൂഹത്തിന് ഐശ്വര്യ, അഭിവൃദ്ധിയും ആനന്ദവും ആവേശവും പകരുന്നതാണ് ഉത്സവങ്ങൾ. ആനയും വാദ്യവും വെടിക്കെട്ടും ഒക്കെ ഉൾപ്പെടുത്തി ആദ്യകാലം മുതലേ ചിട്ടപ്പെടുത്തിയ ഉത്സവങ്ങൾ അനേക ആയിരങ്ങൾക്ക് ജീവിതമാർഗം കൂടെയാണ്. ആനയ്ക്ക് ഈശ്വരതുല്യമായ പ്രാതിനിധ്യം നൽകിയാണ് ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്നത്. വെടിക്കെട്ട് ദേവി ദേവന്മാർക്കുള്ള അർച്ചന ആയിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ ഒരു ഇത് വന്നിട്ട് പടഹ അർച്ചന എന്നും പറയാറുണ്ട്. ഈ വെടിക്കെട്ടിൻ്റെ ഒരു അർച്ചനയാണ് അത് പറയാറുള്ളത്. മുൻകാലങ്ങളിൽ പല ദേശങ്ങളിലും വെടിക്കെട്ട് നിർമ്മിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതും ആസ്വദിക്കുന്നതും സഹകരിക്കുന്നതുമാണ്. ഈ ക്ഷേത്രോത്സവങ്ങൾ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഉത്സവങ്ങൾ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളിൽ നിന്നും പിന്മാറണമെന്നും ആന എഴുന്നള്ളത്തിനും വെടിക്കെട്ടിനും ഉത്സവ കമ്മിറ്റികൾക്ക് അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വല്ലങ്ങി ദേശം വേല കമ്മിറ്റി അധ്യക്ഷൻ, എൻ്റെ പേര് ജയകൃഷ്ണൻ. ഇപ്പോൾ ഇവിടെ പ്രസ് ക്ലബിന് കൂടിയവരെ ഇത് മാക്സിമം പോയിൻറ്റ്സ് കവർ ചെയ്തു. എനിക്ക് പറയാനുള്ളത്, ഓരോ വർഷവും നമ്മുടെ പരമ്പരാഗത നടക്കുന്ന ഈ ഉത്സവങ്ങളിൽ ഭേദഗതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കാരണം ഈ ഉത്സവങ്ങൾ നടത്താൻ അതിൻ്റെ ഭാരവാഹികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരിഗണിച്ച് ഈ ഉത്സവങ്ങൾ ആ പരമ്പരാഗത രീതിയിൽ നടത്താനുള്ള സൗകര്യമുണ്ടാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 2018 മുതൽ ഉത്സവം നടക്കുന്നത് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ കൂടി കടന്നു പോവുകയും അതിനെല്ലാം അതിജീവിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മുടെ വെടിക്കെട്ടിനെ സംരക്ഷിക്കുവാൻ, അതിനെ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നടക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ പാലക്കാട് ജില്ലയിൽ തെക്കുമംഗലം ദേശത്തിന് മാത്രമാണ് ചെനക്കത്തൂർ കാവിൽ ലൈസൻസ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ മറിച്ച് പിന്നീട് നടന്നിട്ടുള്ള യാതൊരു ഉത്സവങ്ങൾക്കും ലൈസൻസ് കിട്ടാതെ ഹൈക്കോടതിയിൽ നമുക്ക് ലഭിക്കുമായിരുന്നു. ഇപ്പോൾ പുതിയ മാനദണ്ഡം അനുസരിച്ച് പെസോ ഷെഡും അതുപോലുള്ള മറ്റു കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ലഭിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. മാത്രവുമല്ല, നമ്മളുടെ ആനപ്പൂരത്തെ സംബന്ധിച്ചിടത്തോളം 3 മീറ്റർ എന്ന ആ പരിധി ഹൈക്കോടതി നിർബന്ധമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഹൈക്കോടതി ഉത്സവ മാഫിയ എന്നാണ് അതിനെ രേഖപ്പെടുത്തിയത്. ഉത്സവ മാഫിയ
ഇത്തരം ഉത്സവ മാഫിയ എന്ന രീതിയിൽ അവഹേളിക്കുമ്പോൾ ഭഗവാനും ഭഗവതിയോടും സമർപ്പണത്തോടു കൂടി നിൽക്കുന്ന കമ്മിറ്റിക്കാരെ അവഹേളിക്കുന്ന ഒരു രീതി, ഇതിൽ ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്കാണ് നമ്മളിന്ന് ഈ മാസം 8-ാം തീയതി ചെനക്കുത്തൂരിൽ സംഘടിച്ചിട്ടുള്ളത്. മുഴുവൻ ആളുകളും ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയാക്കിക്കൊണ്ട് ഇതിന് ശക്തമായൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് യോഗം കൂടിയിട്ടുള്ളത്. അതിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളുടെയും ഒരു സംഘാടകത്വം ഉണ്ടാകും.